ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടും നല്ല യമ്മി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് കടലമാവ്, 1 കപ്പ് പഞ്ചസാര, 1 നുള്ള് സോഡാപ്പൊടി, അല്പം ബേക്കിംഗ് പൗഡർ, പിന്നെ അത്യാവശ്യത്തിന് വെള്ളം, 4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുക്കാം. പിന്നെ അത്യാവശ്യത്തിന് ഗീ വേണം. ഗീ കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത് തന്നെയാണ്. ഓയിലും ഗീയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാറ്റർ നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടല്ലോ, അതൊരു ജസ്റ്റ് നമ്മൾ വളരെ മൈൽഡായിട്ട് അതിൻ്റെ റോസ്റ്റ് കണ്ടി മാറുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കടലമാവ്, അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളം, ഇതൊക്കെ ചേർത്ത് ഒരു നുള്ളുപ്പ് അത്യാവശ്യം വേണ്ട ഉപ്പും ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ദോശയുടെ ബാറ്ററിലോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു ബാറ്റർ ഫോമിലോട്ട് കൺവേർട്ട് ആയാൽ മതി. അതിനുശേഷം നമ്മൾ എണ്ണയിലോട്ട് എടുക്കുക. എണ്ണയോടൊപ്പം ഞാൻ ഈ ഗെയിം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ഒന്ന് 2 വശവും കൂടെ ഒന്ന് മുരിച്ചെടുക്കുക. അതായത് നന്നായിട്ട് കരിഞ്ഞു പോകത്തക്ക രീതിയിൽ ഞാൻ വെക്കുന്നില്ല. ജസ്റ്റ് ആ 2 സൈഡും ഒരു ക്രിസ്പി ആയിട്ട് വരുന്നിടം വരെ ഞാൻ അതിട്ടിട്ടുണ്ട്. പിന്നെ ഞാനതൊക്കെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് കൺവേർട്ട് ചെയ്യും അപ്പോഴേ തന്നെ. പിന്നെ ഞാനത് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം പൊടിച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് കാച്ചുക. ഷുഗർ സിറപ്പ് അറിയാമായിരിക്കുമല്ലോ, ഒരു നൂൽപ്പരുവത്തിന് കാച്ചുക. പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത ആ ബൂന്തി ഇതിലോട്ടിടുക. ഈ സിറപ്പിനകത്തോട്ട് നമ്മൾ ഏലക്ക ഇടുന്നുണ്ട്. അത്യാവശ്യം ശകലം ഒരു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, ഷുഗർ ലെവലൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ കിസ്മിസ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ പൊടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വരണം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ക്രിസ്പിയും ആ ഷുഗർ എല്ലാം കൂടെ അതിനകത്ത് പിടിച്ചിട്ടൊരു ഭയങ്കര ടേസ്റ്റാണ്. ഇതിനോടൊപ്പം ഒരു സ്പൂൺ ഗീയും കൂടെ ചേർക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങൾ ആ ചൂട് മാറുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ടൊരു ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള എല്ലാം ഞാൻ ചെയ്ത് തീർന്നപ്പോഴത്തേക്കും ഒരു 20 മിനിറ്റ്സ് ആയി. അപ്പോൾ അറിയാവുന്ന ഞാൻ ഇതിനോടൊപ്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ